വളരെ ഹൈപ്പ് കൊടുത്തുകൊണ്ട് നിർമ്മിക്കുന്ന ഒരു സിനിമ എന്ന് പറയുമ്പോൾ ഒരു മാസ് ആക്ഷൻ സിനിമ. അതിലെ നായകന് നല്ല മാസ് ലുക്ക് കൊടുത്തുകൊണ്ടുള്ള പോസ്റ്റേഴ്സ് പുറത്തിറങ്ങുന്നു. നായകൻ എന്ന് പറയുമ്പോൾ 10-15 വർഷങ്ങളായി ഇൻഡസ്ട്രിയിൽ ഉള്ള ഒരാൾ. ജസ്റ്റ് എ സോളിഡ് ആക്ഷൻ മൂവി അവേ ഫ്രം ബീങ് ഇൻ ദ ടോപ്പ് ലീഗ്. ഈ നായകനും ഇതേ പ്രൊഡക്ഷൻ ടീമും മുൻപൊരു വൻ ഹിറ്റ് നൽകിയിട്ടുണ്ട്. ഹിറ്റിനേക്കാൾ ഉപരി ഏതൊരു നടന്റെ കരിയറിലും അവിഭാജ്യമായ ഒരു ഐക്കണിക് കഥാപാത്രം എന്ന സംഗതിയും ആ സിനിമയിലൂടെ പിറവിയെടുത്തിട്ടുണ്ട്. പിന്നെ സിനിമ വരുന്നത് തൃശൂരിന്റെ പശ്ചാത്തലത്തിൽ. ഇതേ നായകന് തൃശൂരിന്റെ പശ്ചാത്തലത്തിലുള്ള മറ്റൊരു ഹിറ്റ് ഫ്രാഞ്ചൈസ് സിനിമ കയ്യിലുണ്ട്. സോ അതും ക്ലിയർ. എല്ലാത്തിനും ഉപരി ഇതേ കഥാപാത്രത്തെ വെച്ചുകൊണ്ട് 2-3 ഭാഗങ്ങൾ ഉണ്ടാവുമെന്ന് പ്രൊഡ്യൂസർ ഓൾറെഡി അനൗൺസ് ചെയ്യുന്നു. അങ്ങനെ ഗ്രൗണ്ട് മൊത്തം സെറ്റാണ്. ഇങ്ങനെ ഒരു അറ്റ്മോസ്ഫിയറിൽ പുറത്തേക്ക് ഇറങ്ങിയ ഒരു സിനിമയാണ് തൃശൂർ പൂരം. പിന്നെ മലയാളത്തിൽ അങ്ങനെ എപ്പോഴും കാണാൻ കിട്ടാത്ത പുറംനാട്ടിൽ നിന്നുള്ള ഒരു നായികയുമുണ്ട് പടത്തിൽ. എന്നാൽ ഇത്രയൊക്കെ ആയിട്ടും പടം ക്ലിക്കായില്ല. എന്താ കാരണമെന്ന് ചോദിച്ചാൽ അറിയില്ല. പക്ഷെ ഒറ്റ വാക്ക് പറഞ്ഞാൽ ഇവർ അതിൽ ദേവാസുരം കളിച്ചത് കൊണ്ടാണോ പരാജയപ്പെട്ടത് എന്ന് വേണമെങ്കിൽ സംശയിക്കാം. പിന്നെ അന്ന് വന്ന സോഷ്യൽ മീഡിയ കമന്റുകളുടെ പശ്ചാത്തലത്തിൽ പറയുകയാണെങ്കിൽ സിനിമയുടെ ഏറ്റവും വലിയ പോരായ്മയായിരുന്നു അതിലെ വില്ലൻ. ബൈ ദ വേ, ഞാൻ ഈ ബിഗ് ബോസ് കാണാറില്ല. പക്ഷേ സോഷ്യൽ മീഡിയ ഉപയോഗിക്കുന്നതുകൊണ്ട് അതിൽ ആര് ജയിച്ചു, വന്നു, പോയി എന്നൊക്കെ ഞാൻ അറിയാറുണ്ട്. സോ എന്റെ ഒരു ഊഹം ശരിയാണെങ്കിൽ ആ ഒരു കാലഘട്ടത്തിൽ തന്നെയാണ് ഇദ്ദേഹം ബിഗ് ബോസിന്റെ ഒരു എഡിഷനിൽ വിജയിച്ചത്. സോ ആ പരിപാടിയുടെ ഭാഗമായി ഇദ്ദേഹത്തിന് ജനങ്ങളിൽ നിന്ന് കിട്ടിയ സപ്പോർട്ട് കണ്ടിട്ടാവണം ഇദ്ദേഹത്തെ ഈ സിനിമയിൽ വില്ലനായി കാസ്റ്റ് ചെയ്തത്. ബട്ട് റെസ്റ്റ് ഈസ് ഹിസ്റ്ററി. ഇറ്റ് ഗോട്ട് ബാക്ക്ഫയർഡ് വെരി ബാഡ്ലി.